എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സത്യങ്ങളെല്ലാം അറിയുന്ന ഗോവിന്ദനും കനകയും ആകെ ഞെട്ടിപ്പോകുന്നു. അത് കഴിഞ്ഞ് ഗോവിന്ദൻ കൈ കൂപ്പി പിടിച്ച് ആദർശനോട് പറയുന്നുണ്ട്, മോനെ സത്യം അറിയാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മോൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പം ആദർശ് ആ കയ്യെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, വേണ്ടച്ചാ അങ്ങനെയൊന്നും പറയണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, അഭി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അവൻ്റെ സ്വഭാവം ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവനാണ് ചന്തുവിൻ്റെ അച്ഛൻ എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് കനക സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് നയന പറയുന്നുണ്ട്, എപ്പോഴും ചേച്ചി എൻ്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അപ്പോഴും ഞങ്ങൾ ചേച്ചിയുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുത്തൻ എന്തിനാ ചേച്ചിയുടെ ജീവിതത്തിൽ, അതിൻ്റെ ആവശ്യമില്ല. ആ ബോധം നയനയ്ക്കില്ല. എന്നാ വൃത്തികെട്ടവനാണെങ്കിലും ചേച്ചി ചുമന്നോട്ടെ എന്നുള്ളതാണ് നയനയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഏതായാലും ഇത് കഴിഞ്ഞ് ഇത്തിരി ദേഷ്യത്തോടെ വരുന്ന നവ്യയെ കാണിക്കുന്നുണ്ട്, കുരുട്ടുബുദ്ധിയായിട്ട് നിൽക്കുന്ന നമ്മുടെ അഭിയും കാണിക്കുന്നുണ്ട്. മിക്കവാറും ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവർ പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നവ്യ വിളിച്ചപ്പം നമ്മുടെ കനക നയനേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കാണും. ഇനിയിപ്പോൾ അതിൻ്റെ കലിപ്പായിരിക്കും നവ്യയ്ക്ക്.